നാട്ടിലെ തനിമ ഒട്ടും ചോരാതെ ഡൽഹിയിലെ മലയാളികളും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഡൽഹിയിൽ ക്ഷേത്രങ്ങളിലും മലയാളി കൂട്ടായ്മകൾ അത്തം ഇടുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദർശാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ആദർശ്, എന്തായാലും ഗുഡ് മോർണിംഗ്. കേരളത്തിലേതുപോലെ സമാനമായി തന്നെ അത്തം ഡൽഹിയിലും എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്, ആര്യശ്രീ പറഞ്ഞതുപോലെ തന്നെയാണ്. മലയാളികളുടെ ഓണം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തം മുതൽ തന്നെ മറുനാട്ടിലെ മലയാളികളും ഓണാഘോഷത്തിലാണ്. നമുക്ക് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അവിടെ ഇപ്പോൾ അത്തം ഇടുന്നതാണ് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് ഈ അത്തം ഇടുന്നത് കാണാം. കാരണം മലയാളി കേരളത്തിന് പുറത്തായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നുള്ളത് അത് മറുനാട്ടിലാവുമ്പോൾ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണകൾ കൂടി ഉള്ളതാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷങ്ങൾ ഇവിടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും നമ്മുടെ മലയാളി കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ചും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം അത് ഡൽഹിയിലെ മലയാളികളുടെ ഓണാഘോഷത്തിൻ്റെ കൂടി ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അത്ത ദിനത്തിൽ ഇവിടെ അത്തമിട്ടുകൊണ്ട് മറുനാടൻ മലയാളികളുടെ, പ്രത്യേകിച്ച് ഡൽഹി മലയാളികളുടെ ഓണാഘോഷത്തിൻ്റെ ആകെ ഒരു പ്രതീകമായി മാറുന്നത്. ഡൽഹിക്ക് പുറത്തുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെയുള്ള മലയാളികളെല്ലാം തന്നെ ഈ ഓണാഘോഷം അവരുടെ നാട്ടിൽ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് ആ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പരമാവധി നടത്താറുണ്ട്. കഴിയുന്നതും അവരുടെ ഓണം, നാട്ടിലെ ഓണത്തെ ഓർക്കുന്ന വിധത്തിലാക്കുന്നതിനുള്ള ഒരു ശ്രമം തന്നെയാണ് മറുനാടൻ മലയാളികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തര ഗുരുവായൂരപ്പനിൽ നമ്മുടെ മലയാളികളൊക്കെ എത്തുന്നതും അവർ അത്തമിടുന്നതും ഇവിടെ നടക്കുന്ന ഓണാഘോഷ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. നമുക്കൊപ്പം ക്ഷേത്ര ഭാരവാഹി ചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ അത്തം മുതലുള്ള ഓണാഘോഷങ്ങളെക്കുറിച്ച് പറയും. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഓണക്കാലം കൂടെ ഇനി വരികയാണ്. ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഡൽഹിയിലുള്ള മലയാളികൾ മിക്കവാറും ഉള്ളവരെല്ലാം ഇവിടെ എത്താറുണ്ട്. ഇനി 10 ദിവസം ഒരു ഓണത്തിൻ്റെ ഒരു ഉത്സവകാലം തന്നെയാണ് ഇവിടെ. നമ്മുടെ അമ്പലത്തിൽ രാവിലെ അത്ത പൂട്ടുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് ഇത് ചെയ്യുന്നത്. ഇത് പടിഞ്ഞാറേ നടയാണ്. ഇതുപോലെ തന്നെ കിഴക്കേ നടയിലും വേറൊരു പൂക്കളം ഇടുന്നുണ്ട്. ഇത് ഓരോ ദിവസവും ഓരോരോ ഡിസൈനാണ് ഇടുന്നത്. രണ്ടും വേറെ വേറെ ഇട്ടും. ഇനി ഇതിൽ എല്ലാവരും ഇവിടെ കേരളീയരല്ലാത്ത സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരവിടെ വേറെ ഒരു ഡിസൈനോ ഒന്നും നോക്കാതെ സ്വന്തം ഭാവനയിൽ നിന്നാണ് ഇതുണ്ടാക്കി നിങ്ങൾക്ക് ഇതെല്ലാം ഓരോന്നും ഒരേ നിമിഷം കൊണ്ട് അവരോരോ ഇതായിട്ടൊരു കോർഡിനേഷനോട് കൂടി ഇത് ചെയ്യുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഓണത്തിൻ്റെ ഒരു മെഗാ പൂക്കളം അവർ ആനക്കൊട്ടിൽ തവയ്ക്കും. അതിൽ വേറെ പല ഡിസൈൻസൊക്കെ വരും. അത് വളരെ വലുതായിട്ടൊരു പൂക്കളം അവർ ഉണ്ടാക്കും. ഇതെല്ലാം ഇവിടുത്തെ സപ്പോർട്ട് സ്റ്റാഫ് വളരെയധികം ഉത്സാഹത്തോടു കൂടിയും അർപ്പണബോധത്തോടു കൂടിയും ചെയ്യുന്നതാണ്. അപ്പോൾ മറുനാടൻ മലയാളികൾ, പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്തും മലയാളികൾ ഓണത്തെ വരവേൽക്കുവാൻ അത്തം ഇട്ടുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഈ അത്തം ദിനത്തിലെ കാഴ്ചകൾ, ആ കാഴ്ചകൾ മലയാളികളുടെ ഓണത്തിനായുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനോദ്, ആര്യശ്രീ, എല്ലാവർക്കും ഓണാശംസകൾ. അതെ, തീർച്ചയായും ഓണാശംസകൾ അല്ലേ എല്ലാവർക്കും നേരാൻ. ഇന്ന് മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഓണാശംസകൾ. 11 ദിവസം ഇനി ഓണാശംസകൾ പറയാം.